എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹിറോഷിമ നാഗസാക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം കൂട്ടുകാരുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എപ്പോഴാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 6. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എപ്പോഴാണ്? ഉത്തരം 1945 ആഗസ്റ്റ് 9. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വീനി. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ്? ഉത്തരം പ്ലൂട്ടോണിയം 239. ഫാറ്റുമാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 6.4 കിലോഗ്രാം. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരവും നീളവും എത്രയായിരുന്നു? ഉത്തരം 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? ഉത്തരം രാവിലെ 8:15. ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? ഉത്തരം B-29 ഇലോന ഗേ എന്നറിയപ്പെടുന്നതാണ് വാഹനം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച ദിവസവും സമയവും? ഉത്തരം 1945 ആഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15 ഹിരോഷിമയിലാണ് വർഷിച്ചത്. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിന്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരാണ്? ഉത്തരം സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? ഉത്തരം 645 കൊക്കുകൾ. ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം എന്താണ്?
ഉത്തരം പഗ് വാഷ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്നത് ഏത് രഹസ്യപേരിലാണ്? ഉത്തരം ട്രിനിറ്റി. മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ട്രിനിറ്റി. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ. മെക്സിക്കോയിലെ മരുഭൂമി ട്രിനിറ്റി സൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? ഉത്തരം UNO അഥവാ ഐക്യരാഷ്ട്ര സംഘടന. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ബറാക് ഒബാമ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏതാണ്? ഉത്തരം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എഡ്വേർഡ് ടെല്ലർ. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം വിശാലമായ ദ്വീപ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഹിരാഹിറ്റോ. ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിലാണ് വർഷിച്ചത്. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഹോമി ജഹാംഗീർ ബാബ. സഡാക്കോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം സമാധാനത്തിൻ്റെ പ്രതീകമാണ് സഡാക്കോ കൊക്കുകൾ. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവായ ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത്. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു? ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏതാണ്? ഉത്തരം ഒലിയാണ്ടർ പുഷ്പം. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഉത്തരം ക്യൂഷു ദ്വീപുകൾ. ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ്? ഉത്തരം ഹിബാകുഷ. ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്ഫോടന ബാധിത ജനത. ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം
റോബർട്ട് ഓപ്പൺ ഹൈമർ. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി എന്താണ്? ഉത്തരം മാൻഹട്ടൻ പ്രൊജക്ട്. മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ. പഗ് വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഉത്തരം ബെർട്രാൻഡ് റസൽ, ജോലിയോ ക്യൂറി ആൻഡ് കാൾ പോൾ എന്നിവർ. 2 ബോംബാക്രമണങ്ങളിൽ, അതായത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും നിന്ന് രക്ഷപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഫുമിക്കോ യമഗുച്ചി. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജ രാമണ്ണ. രാജ രവിവർമ്മ എന്ന് എഴുതി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാജ രാമണ്ണ. 2ാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആരുടേതാണിത്? ഉത്തരം ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് ആണ് ഇത് രചിച്ചത്. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സദ്ദാം ഹുസൈൻ. അണുബോംബിന്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏതാണ്? ഉത്തരം ദിവ്യസൂര്യ സഹസ്രസ്യ. സഡാക്കോയും 1000 പേപ്പർ ക്രൈനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം എലനോർ കോയർ. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കൂട്ടുകാർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഹിരോഷിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ട് രചിച്ചിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതുകൂടി കാണാൻ കൂടി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.